ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തവണത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. ത്രിതല പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതേസമയം മഴക്കാലം ആരംഭിച്ചതോടുകൂടി പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വർഷകാലം തുടങ്ങിയിട്ടും ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ വാഹനത്തിലും കാൽനടയായും യാത്ര ചെയ്യുന്ന സംസ്ഥാനപാത ഉൾപ്പെടെയുള്ള റോഡരികിലെ ഓടകൾ ശുചീകരിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡരികിലെ ഓടകളിൽ ദുർഗന്ധം വമിക്കുന്ന ചെളിയും മലിനജലവും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുമ്പോഴും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഓടകൾ വൃത്തിയായി പരിപാലിക്കുന്നതിന്റെ പ്രധാന ചുമതല. എന്നാൽ പൊതുമരാമത്ത്, ശുചിത്വ മിഷൻ, ആരോഗ്യം എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകളും ഇതിന്റെ ഭാഗമാണ്. സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കിയെന്നാണ് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവകാശവാദം. ഇതിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് അംഗീകാരങ്ങൾ കരസ്ഥമാക്കുമ്പോഴും ഓടകളിലെ വൃത്തിയുടെ കാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടികളാണ് മിക്കവാറും സ്ഥലങ്ങളിലുള്ളത്. ഓടകൾ വൃത്തിയാക്കുക, തോടുകൾ വൃത്തിയാക്കുക, കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, ഇങ്ങനെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാലഘട്ടത്തിലും നടന്നു വരുന്നതാണ്. പക്ഷെ ഇക്കൊല്ലം അങ്ങനെ യാതൊരു വിധമായ പ്രവർത്തനവും ഒരു പഞ്ചായത്തിലും നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ ഡെങ്കിപ്പനി തുടങ്ങിയ പനികളെ കുറിച്ചൊക്കെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ എല്ലാം ആത്യന്തികമായിട്ട് ചെയ്യേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മഴയ്ക്ക് മുമ്പ് നടക്കേണ്ട ആ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി നമ്മുടെ നാട്ടിൽ നിന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധികളുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഓട മുഴുവൻ അടഞ്ഞു കിടക്കുന്നു, മഴവെള്ളം റോഡിലേക്ക് പ്രവഹിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ അടിയന്തരമായ ശ്രദ്ധ ത്രിതല പഞ്ചായത്തുകൾ വഴി ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഓടകൾ ശുചീകരിക്കാത്തതും മാലിന്യം നീക്കം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് നിത്യേന വിവിധയിടങ്ങളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. എന്നാൽ ഇവയ്ക്ക് പരിഹാരം കാണേണ്ട അധികൃതർ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തി പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യമാണെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.